ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നക്ഷബന്ദി റബ്ബാനി തരീഖത്തിൻ്റെ ഒരു ചെറിയ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു മുൻകാല പണ്ഡിതർക്കെതിരെ നീങ്ങുന്ന മുസ്ലിങ്ങൾ എന്ന മൗല കോഗ്നിഷനിൽ നമ്മൾ ചർച്ച ചെയ്തു. അതായത് സൂഫികൾക്കെതിരെയും തരീഖത്തുകൾക്കെതിരെയും ഇന്ന് വാളോങ്ങുന്ന, അതല്ലെങ്കിൽ ഫത്വകൾ ഇറക്കുന്ന സുന്നി പ്രസ്ഥാനങ്ങൾ, അവരുടെ തന്നെ മുൻകാല പണ്ഡിതന്മാർ അവർക്ക് നൽകിയ ഫത്വകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം സ്ത്രീകളുടെ ആധുനിക വിദ്യാഭ്യാസം, മുസ്ലിം സ്ത്രീകൾ ആധുനിക വിദ്യാഭ്യാസം നേടുന്നത്, അതായത് എഴുത്തും വായനവും അടക്കമുള്ള കാര്യങ്ങൾ ആധുനികമാണെന്നില്ല. മുൻകാല പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം എഴുത്തും വായന നേടുന്നത് തന്നെ മക്റൂഹ്, എതിർക്കപ്പെടേണ്ടതാണ്, അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അനിഷ്ടകരമാണ് എന്നാണ് ഇസ്ലാമിക വിധി പ്രകാരം അനിഷ്ടകരമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ ഫത്വ. അതിന് വിപരീതമായി ആണ് പിന്നീട് ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ ശരീഅത്തുണ്ടോ എന്ന് നോക്കുന്ന, എല്ലാ വിഷയത്തിലും ശരീഅത്തുണ്ടോ, തരീഖത്തിൽ ശരീഅത്തുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പണ്ഡിത സഭകൾ, ശരീഅത്ത് സംരക്ഷണ ജാഥകൾ നടത്തുന്ന പണ്ഡിത സഭകൾ, അവർ ഇന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ തുറന്ന് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു. സ്ത്രീകൾക്കൊക്കെ ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ പഠിക്കാൻ വിടുന്നു. ഒരു കാലത്ത് ഇംഗ്ലീഷ് പിശാചിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞു. ആ പിശാചിൻ്റെ ഭാഷ ഇംഗ്ലീഷ് ഇപ്പം നമുക്ക് ഹലാലായി മാറി എന്നൊക്കെയുള്ള വിഷയങ്ങൾ. ഫോട്ടോ ഹലാലായി മാറി. മഹല്ലുകളിലൊക്കെ ഫോട്ടോ വീഡിയോ എടുക്കുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു മുൻപ്. വിവാഹങ്ങൾക്കൊന്നും ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല, അത് ശരീഅത്ത് വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാ മുസ്ലിയാക്കന്മാരും ലൈവ് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിയാക്കന്മാർ ഭക്ഷണം കഴിക്കുന്നതും പണ്ഡിതന്മാർ, സലഫികൾ, എല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ചിന്തകളിലുള്ള നിയമങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ദൈവിക നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെ ദൈവകൽപ്പനകളായി നിങ്ങൾ പിന്തുടരുന്നു. അത് നിങ്ങൾക്ക് എല്ലാ 5 കൊല്ലം കൂടുമ്പോൾ 10 വർഷം കൂടുമ്പോൾ മാറ്റുന്നു. സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി മറ്റെല്ലാ വീഡിയോ റെക്കോർഡിങ്ങിനെതിരെയുള്ള ഫത്വകളെല്ലാം സ്വാഹം. സംഗീതങ്ങളുള്ള വിവാഹ ചർച്ചകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാൻ പറ്റും. ഇന്ന് സംഗീതമില്ലാത്തൊരു ഇസ്ലാമിക വിവാഹ ചടങ്ങുകളില്ല. പണ്ഡിതന്മാർ അതിനൊക്കെ പങ്കെടുക്കുന്നു. കാരണം നല്ല കാശ് ലഭിക്കും. അതാണ് കാരണം. പണമാണ് ദൈവം. അപ്പം പണമുള്ള ദൈവം വന്നപ്പോൾ പണമില്ലാത്ത മുൻകാലഘട്ടത്തിലുള്ള ദൈവം അവർ മാറ്റി നിർത്തി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇവരാണ് എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ശരീഅത്ത് സംരക്ഷണം, അതല്ലെങ്കിൽ സൂഫികൾ വരുമ്പം എവിടെങ്കിലും തരീഖത്തിൻ്റെ മജ്ലിസ്, ദിക്ർ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരെ ഫത്വ. ആ ഷെയ്ഖിന് താടിയുണ്ടോ, നീളം കൂടിയ താടിയാണോ, നീളം കുറഞ്ഞ താടിയാണോ, ഷെയ്ഖിന് ശരീഅത്ത് അറിയോ, ഖുർആൻ അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വരുന്നത്. അപ്പം മുൻകാല പണ്ഡിതർക്കെതിരെ നീങ്ങുന്ന മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും അവരാണ് തലമറന്നുകൊണ്ട് എണ്ണ തേക്കുന്നത്. അവരാണ് നമ്മളെ അടുക്കൽ വന്ന് നമ്മളെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും മുന്നോട്ട് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുൻകാല പണ്ഡിതന്മാരെ അപമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം അവരുടെ ഫത്വകളെല്ലാം നിങ്ങൾ ചവിട്ടിക്കൂട്ടി കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മതിച്ച് നിങ്ങൾ പുതിയ ആദർശങ്ങളും ആശയങ്ങളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും സലഫിസത്തിൻ്റെയും പേര് നിങ്ങൾ പിന്തുടരുന്നു. ഈ അക്കീദ ശരിയാണോ, അഹ്ലുസുന്നത്തിൻ്റെ അക്കീദക്കെതിരെയാണ് ചില സൂഫികൾ സംസാരിക്കുന്നതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ അതേ സ്ഥാപനങ്ങളിലാണ് അഹ്ലുസുന്നത്തിന് വിശ്വാസത്തിനെതിരായിട്ടുള്ള ഡാർവിൻ്റെ സിദ്ധാന്തം ഇവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഈ മതസംഘടനകൾ നടത്തുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യരുണ്ടായെന്നുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. അതിലെവിടെയും അക്കീദയുടെ വൈരുദ്ധ്യമോ ശരീരത്ത് വിരുദ്ധതയോ അവർ കാണുന്നില്ല. പണമാണ് ദൈവം. അതാണ് മുഹ്യിദ്ദീൻ ഇബ്നു അറബി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണെന്ന്. അതിന്നും അങ്ങനെ തന്നെയാണ്. സുന്നികളോ സലഫികളൊക്കെ ആരാധിക്കുന്ന ദൈവം അത്
മുഹിയുദ്ദീൻ ബിൻ അറബിയുടെ കാലിൻ്റെ ചുവട്ടിലാണ് ഇന്നും. അത് പണമാണ്, സമ്പത്താണ്. സലഫികൾ MES എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങി. അതേസമയത്ത് സലഫി ദിയോബന്ദി ആദർശങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ വരെ നടപ്പിലാക്കുന്നത്. അതായത് മുൻകാലഘട്ടത്തിലെ ഫത്വകൾ, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല, 6ാം ക്ലാസ് മുതൽ മേലോട്ട് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കാരണം അതാണ്. അത് മുൻകാല ഇന്ത്യയിലുള്ള ദിയോബന്ദി, സുന്നി, ബറേൽവി പണ്ഡിതന്മാരുടെ ഫത്വകളാണത്. അതാണ് താലിബാൻ നടപ്പിലാക്കുന്നത്. ശരീഅത്ത് സംരക്ഷിക്കേണ്ട കേരളത്തിലുള്ള സംഘടനക്കാർ എന്തുകൊണ്ടാണ് നടപ്പിലാക്കി മുസ്ലിം സ്ത്രീകൾക്ക് മദ്രസ മാത്രം പോയാൽ മതി എന്ന് പറയുന്നില്ല? അതാണ് അതിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇതൊന്നും പ്രശ്നമല്ല ഇവർക്ക് പ്രശ്നം എവിടെയെങ്കിലും ഒരു ഷെയ്ഖോ തരീഖത്തോ വരിക, അവിടെ കുറച്ച് ആളുകൾ ദിക്ർ എല്ലാം കൂടി, അപ്പോഴാണ് ഇവർക്ക് പ്രശ്നം. അപ്പോൾ പ്രവാചകന്മാരുടെ അഖീദ, അശ്ശരി, മാതുരീതി, സലഫി, ഷിയ വിശ്വാസ സംഹിതകൾക്ക് ഉപരിയോ വിപരീതമോ അതല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളോ നിറഞ്ഞതാണ്. അതിനാൽ അവയൊന്നും തന്നെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന മഖാമിൽ പൂർണ്ണമായി വിലയം പ്രാപിക്കുന്നില്ല, അതായത് ഫനാ പ്രാപിക്കുന്നില്ല എന്നാണ് നമ്മുടെ നിരീക്ഷണം. മൗല ജൗഹർ അലി നക്ഷബന്ദിയാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ അഖീദയുമായി പല അവസരത്തിലും ഈ മാതുരിദി, അശ്ശരി, സിയ, സലഫി, വഹാബി അഖീദകൾ അവ പല അവസരത്തിലും എതിരിട്ടാണ് നിൽക്കുന്നത് പ്രവാചകന്മാരുടെ വിശ്വാസങ്ങളുമായി. ഇത് മനസ്സിലാക്കാത്ത അല്പസൂഫികളാണ് സുന്നിസത്തിൽ അധിഷ്ഠിതമായ സൂഫി സരണികൾ പിന്തുടരുന്നത്. അപ്പം ഈ ഭൂരിപക്ഷം സൂഫി ഗ്രൂപ്പുകളും അത് നേതൃത്വം കൊടുക്കുന്നത് കുറച്ച് തസവുഫും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പഠിച്ച ആളുകൾ, അതല്ലെങ്കിൽ ഇസ്ലാമിക് സെമിനാരികൾ, അതായത് നാറുസലാം, വെല്ലൂർ, ബാക്കിയ സ്വാലിഹാത്ത്, മർക്കസ് സക്കാഫാത്തി സുന്നിയ, ഫൈസി സക്കാഫി ബിരുദങ്ങളൊക്കെ നടത്തിയിട്ട് ഇസ്ലാമിക് അല്ലെങ്കിൽ അൽ-അസ്ഹർ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ, അവിടുന്ന് തസവുഫും ഫിഖും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഇജാസത്ത് എടുത്തുകൊണ്ടാണ്, സൂഫി ഷെയ്ഖുമാരെടുത്തുനിന്ന് ഇജാസത്ത് എടുത്തുകൊണ്ടാണ് ദിക്റും തരീഖത്തും നടത്തുന്നത്. അല്ലാതെ അവർക്ക് ആധ്യാത്മികമായിട്ട് കുറച്ച് അറിവ് കിട്ടിയൊന്നും, അങ്ങനെ ആത്മീയമായിട്ട് ഇൽഹാമായിട്ട് അറിവ്, ആത്മീയ രഹസ്യങ്ങളായിട്ട് അവരുടെ ഹൃദയത്തിൽ ഇൽമുണ്ടായിട്ടൊന്നുമല്ല. അവർ ധാരാളം കിതാബുകൾ പഠിച്ച സൂഫി ഷെയ്ഖുമാരായവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ സൂഫി സുന്നി ഗ്രന്ഥങ്ങളുമായിട്ട് കെട്ടിപ്പണഞ്ഞ് അവരുടെ അറിവുകളും അവരുടെ ബൗദ്ധികതയും അതിൽ കെട്ടിപ്പണഞ്ഞ് നിൽക്കുന്നത്. അവർക്ക് ആത്മീയമായിട്ടുള്ള കണക്ഷൻസ് ഒന്നുമില്ല. അതാണ് അവരുടെ പ്രത്യേകത. അത് നമുക്ക് അവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. നമ്മളെ സംസാരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. കണ്ടാനൊക്കെ കിതാബ് ഓതിയിട്ട് പഠിച്ചുണ്ടാക്കുന്ന തസവുഫാണ് ഇവരുടെ ഒക്കെ ഉള്ളത്. അതാണ് സൂഫിസം എന്ന് കരുതിയിട്ടാണ് ധാരാളം ആളുകൾ ഇവരെ പിന്തുടരാൻ പോകുന്നത്. പിന്നെ ഈ മഖാമിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിനടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന മഖാമിൽ ഇത് പൂർണ്ണത പ്രാപിക്കുന്നില്ല. ഈ മതസംഘടനകളുടെ അശ്ശരി, മാതുരീദി, ബറേൽവി, സലഫി എന്നുള്ള വിശ്വാസങ്ങൾ ഒന്നുകിൽ പ്രവാചകന്മാരുടെ വിശ്വാസങ്ങൾക്ക് വിപരീതമോ വൈരുദ്ധ്യമോ നിറഞ്ഞതാണ്. ചില സമയത്ത് എതിരിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയ ചില സൂഫികൾ അവർ നിശബ്ദരായി ഒന്നും പറയാതെ നിന്നു. മറ്റുള്ള ചില ആളുകൾ ഗ്രന്ഥങ്ങൾ എഴുതി. ഫുതുഹാത്തുൽ മക്കിയ, ഇബ്നു അറബി, മുഹിയുദ്ദീൻ ഇബ്നു അറബിയൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി. അബ്ദുൽ ഖാദർ ജീലാനി ഗ്രന്ഥങ്ങൾ എഴുതി. അബ്ദുൽ ഖാദർ ജീലാനി അവർ അധികം എതിരിട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കുറച്ച് സമ്പത്തും അധികാരമൊക്കെ ഉണ്ടായിരുന്നു, സമൂഹത്തിൽ പ്രാമാണികത്വം ഉണ്ടായിരുന്നു. ഇബ്നു അറബിക്കെതിരെ അവർ ധാരാളം ഫത്വകൾ നൽകി. 200-ലധികം ഹനഫി പണ്ഡിതന്മാർ ഇബ്നു അറബിക്കെതിരെ ഫത്വകൾ നൽകി. ആ ഫത്വകൾ അനുസരിച്ച് അവരെന്ത് ചെയ്തു? ഇബ്നു അറബിക്കെതിരെ അവർ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മറ്റുള്ള ആളുകൾ, അൽ ഹല്ലാജൊക്കെ പോലത്തെ ആളുകളെ അവർ വധിച്ചു, ഫത്വ നൽകി വധിച്ചു. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇനിയും ധാരാളം പറയാണ്ട് ഉദാഹരണങ്ങൾ, പക്ഷേ എത്രയും മതി ഈ വിഷയത്തിൽ. അപ്പം മൗലാന ഷെയ്ഖ് നാസിം അൽ ഹക്കാനി, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് മൗലാന ഷെയ്ഖ് അബ്ദുള്ള ദാഗസ്താനി, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അതായത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഷെയ്ഖുമാർ മുഴുവൻ മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെ അധ്യാപകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നി ലോകം മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെ കിതാബുകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫത്വകൾ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ലോകത്തിൻ്റെ എവിടെയും കാണാത്തത്. പരമ്പരാഗത സുന്നി സൂഫി ലോകങ്ങളിലൊന്നും കാണാത്തത്.
പടിഞ്ഞാറുള്ള ആളുകൾ, വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളാണ് മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെയൊക്കെ ഗ്രന്ഥങ്ങൾ പരിഭാഷ ചെയ്യുന്നത്, സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള. അപ്പോൾ ഈ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, എല്ലാവരും പറയുന്നു ഈസാ നബി മുസ്ലിമാണ്, മൂസാ നബിയും യഹിയയും സക്കരിയൊക്കെ മുസ്ലിം അലൈഹിസ്സലാം അവരൊക്കെ മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ ഏത്? അവർ സലഫി മുസ്ലിങ്ങളാണോ, സുന്നി മുസ്ലിങ്ങളാണോ, മാതുരീദി ബറേൽവിയാണോ? അവർ പറയുന്നത് അശ്ശരി മാത്രമാണ് ശരി, മാതുരീദി മാത്രമാണ് ശരി, അതിൻ്റെ പുറത്തുള്ളത് പേച്ചതാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പുറത്തുള്ള അക്കീദൊക്കെ വിശ്വാസമൊക്കെ പേച്ചതാണെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകന്മാരെല്ലാവരും പേച്ചവരാണ്. സലഫി വിശ്വാസം അനുസരിച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാർ പേച്ചവരാണ്. ഈസാ നബി പ്രാർത്ഥിച്ച മസ്ജിദിലായിരുന്നു. നിങ്ങൾ പറയുന്ന ഈസാ നബി മുസ്ലിമായിരുന്നു. ഈസാ നബി പ്രാർത്ഥിച്ചത് മസ്ജിദിലല്ലല്ലോ, യഹൂദ സിനഗോഗുകളിലാണ് ഈസാ നബി പ്രാർത്ഥിച്ചത്. സക്കരിയ, യഹിയ അവരൊക്കെ പ്രാർത്ഥിച്ചത് യഹൂദരുടെ സിനഗോഗുകളിലാണ്. യഹൂദരുടെ പുരോഹിതന്മാരും പ്രവാചകന്മാരുമാണ് അവർ. സുവിശേഷത്തിലൊക്കെ കാണാൻ പറ്റും സിനഗോഗുകളിൽ പ്രാർത്ഥിച്ചു ക്രിസ്തു അപ്പോസ്തലന്മാരും. അപ്പോൾ അവരെങ്ങനെ മുസ്ലിമാകാം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, ആരെങ്കിലും ഒരു ജനതയെ അനുകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടവൻ തന്നെയാകുന്നു എന്ന് ഹദീസുണ്ട്. അപ്പോൾ നിങ്ങൾ നൽകുന്ന വ്യാഖ്യാനമല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. കാരണം ഒരു സംഘടനയും ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, ഒരു ആദർശവും പൂർണ്ണമായിട്ട് അതിൽ മഖാമിൽ വിലയം പ്രാപിക്കുന്നില്ല. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇൻദല്ലാ എന്നുള്ള മഖാമിൽ വിലയം പ്രാപിക്കുന്നില്ല. നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ഈസാ നബി വായ്പ വെച്ചവരാണ്, ബിദഅത്തുകാരനാണ്. കാരണം അദ്ദേഹം ഒരിക്കലും യഹൂദരെ അനുകരിച്ചുകൊണ്ട് അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ പോയി മുജാഹിദ് പള്ളിയിൽ നിസ്കരിച്ചാൽ എന്തൊക്കെ ഫിത്ന ഉണ്ടാവും എന്നാലോചിച്ച് നോക്കും. അല്ലെങ്കിൽ ഒരു മുജാഹിദുകാരൻ പോയി, മുജാഹിദ് ബാലുശ്ശേരി പോയി അജ്മീർ ദർഗയിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കും. അപ്പം സിനഗോഗ്, ചർച്ച്, മസ്ജിദ് എന്ന് പറയുന്നത് വ്യത്യസ്ത പര്യായ പദങ്ങളാണ്. സിനഗോഗിനും മസ്ജിദിനും ചർച്ചിനും ഒരേ സ്ഥാനമാണുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ. കാരണം ഈസാ നബി മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിക വിശ്വാസ ആരാധനാ കേന്ദ്രം തന്നെയാണ് സിനഗോഗ്. മുസ്ലിങ്ങളാണ്, യഹൂദരായ മുസ്ലിങ്ങൾ, സൂഫികളായ മുസ്ലിങ്ങൾ, സുന്നികളായ മുസ്ലിങ്ങൾ, സലഫികളായ മുസ്ലിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരായ മുസ്ലിങ്ങൾ. അപ്പോൾ യഹൂദരായ മുസ്ലിമാണ് ഈസാ നബി, യഹൂദർ മുസ്ലിങ്ങളാണ്. അതല്ലെങ്കിൽ ഈസാ നബി മുസ്ലിങ്ങളല്ലാത്തവരുടെ കൂടെ പ്രാർത്ഥിച്ചെന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ ഉസൂലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അബദ്ധത്തിലാണ്. സത്യം ഇതാണ്, ഈസാ നബി യഹൂദരെ കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യഹൂദർ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? സിനഗോഗ് എന്ന് പറയുന്നത് ഇസ്ലാമിക ആരാധന കേന്ദ്രം തന്നെയാണ്. അതല്ലെങ്കിൽ ഈസാ നബി ബിദ്അത്ത് ചെയ്യുന്ന ആൾ അറിയണം. അപ്പോൾ ഈസാ നബിക്ക് മൗസൂമാണെന്ന് പറയാൻ പറ്റില്ല. തെറ്റുകുറ്റങ്ങൾ പറ്റാത്ത ആളുകളാണ്. വിശ്വാസത്തിൽ, അക്കീദയിലോ അതല്ലെങ്കിൽ ഫിഖ്ഹിൽ, കർമ്മശാസ്ത്രത്തിലോ തെറ്റുപറ്റാത്ത ആളുകളാണ് പ്രവാചകന്മാരെന്നാണ് സുന്നി അക്കീദ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ റൂഹുൽ ഖുദുസും റൂഹുല്ലയും റൂഹുൽ ഖലിമത്തുള്ളയൊക്കെ ചേർന്നിട്ടുള്ള ഈസാ നബിക്ക് തെറ്റേറ്റാൻ പാടുണ്ടോ? പാടില്ല. അപ്പം ഈസാ നബി യഹൂദരുടെ ആലയത്തിൽ, ദേവാലയത്തിൽ, സിനഗോഗിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മൗസൂമായിക്കൊണ്ട് തന്നെയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റാൻ പാടില്ലല്ലോ, യഹൂദരെ അനുകരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ ഇവിടുന്ന് വന്നു. മതത്തെ വിശാലമായി നിങ്ങൾ മനസ്സിലാക്കണം, ആത്മീയതയും ആത്മീയതയിൽ അധിഷ്ഠിതമെന്നും. അപ്പോൾ ബിദ്അത്ത്, ശിർക്ക് എന്നൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളാണ് ജാഹിലിയ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ. കാരണം നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല, പ്രവാചകന്മാരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഈസാ അലൈഹിസ്സലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, പ്രവാചകന്മാരുടെ കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പണ്ഡിതന്മാരെ മെഞ്ഞെടുത്തിട്ടുള്ള വിശ്വാസശാസ്ത്രങ്ങൾ, കർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ചാണ് പോകുന്നത്. അതാവട്ടെ അത് ആ കാലഘട്ടത്തിലുള്ള അവർക്ക് ലഭിച്ച ഹദീസിൻ്റെയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ആ വിശ്വാസ പ്രമാണങ്ങളെ ഒരുക്കി കൂട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ല ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം എന്താണ് നിങ്ങൾക്കറിയില്ല. അതറിയണമെങ്കിൽ ജൗഹർ അലി നക്ഷബന്ദി അൽ ഹസനി, നക്ഷബന്ദി റബ്ബാനി തരീഖത്ത്, നക്ഷബന്ദി റബ്ബാനി വായിക്ക് നിങ്ങൾ വരണം. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ
അത് കൂടുതൽ അറിയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഉപഗ്രഹങ്ങളിലും ഗ്രഹങ്ങളിലും അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്നി ബറേൽവി ഗ്രഹം ഉപഗ്രഹം, അതല്ലെങ്കിൽ മാതുരീദി ഗ്രഹം, സലഫി ഗ്രഹം, വഹാബി ഉപഗ്രഹം, ജമാഅത്തെ ഇസ്ലാമി ഉപഗ്രഹം, ഇങ്ങനെ ഉപഗ്രഹങ്ങളിൽ കൂടെ നിങ്ങളിങ്ങനെ അതാണ് ലോകം. പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയാറുണ്ടല്ലോ, അതെല്ലാം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക. അപ്പം ജെറൂസലേമിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച്, അതായത് സുന്നി മുസ്ലിങ്ങൾ നിർമ്മിച്ച ആരാധനകൾ വിളിച്ച് യഹൂദ മുസ്ലിങ്ങൾ സിനഗോഗ് ഉണ്ടാക്കിയാൽ അതും ഒരു പ്രശ്നമില്ല അവർക്കുണ്ടാക്കുക. കാരണം വഹാബികൾ സുന്നി ലോകത്തുള്ള മസ്ജിദും മക്കയിൽ മദീനയൊക്കെ അവരടുത്ത് വഹാബി മുസ്ലിങ്ങൾ ഏറ്റെടുത്തപ്പോൾ സുന്നികൾക്ക് പ്രശ്നമൊന്നുമില്ല, അവർ അജ്നും. അതേപോലെ യഹൂദ മുസ്ലിങ്ങൾ സിനഗോഗ് സ്ഥാപിച്ച് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് അവിടെ പോയി അവിടെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ യഹൂദരായിട്ടുള്ള മുസ്ലിങ്ങൾ പള്ളി സിനഗോഗ് നിർമ്മിച്ചാലെന്ത്, മാതുരീതിക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അൽ-അഖ്സയിൽ പള്ളി നിർമ്മിച്ചാലെന്ത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കാണ്, ഒരു വ്യത്യാസമല്ല. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ ന്യൂനതകൾ മനസ്സിലാക്കുക. അപ്പം ഈ അറിവില്ലായ്മയിൽ നിന്നാണ് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മുസ്ലിഹൂൻ, ഇസ്ലാഹി പ്രവർത്തകർ എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ അജ്ഞതയാണ്, നിങ്ങളുടെ ഹിക്മത്തില്ലാത്തതാണ്, ഹക്കീക്കത്തിൻ്റെ ഈ ഹിക്മത്തില്ലാത്തതാണ് നിങ്ങളുടെ മുസ്ലിം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം. മനസ്സിലായല്ലോ? എല്ലാറ്റിൻ്റെയും ഹക്കീക്കത്ത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മളുടെ സത്യത്തിൻ്റെ വഴിക്ക് പിന്തുടരല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ പിന്തുടരാത്ത കാലത്തോളം നിങ്ങൾ ഭയങ്കര കുഴപ്പത്തിലായിരിക്കും, ഭയങ്കര ഫിത്തനയിലായിരിക്കും. അത് നിങ്ങൾ ഏത് വിഭാഗക്കാരനായാലും, മാതുരീദിയായാലും, അശ്ശരിയായാലും, സലഫിയായാലും, സൂഫിയായാലും, എന്തായാലും ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അതെന്താണെന്ന് മനസ്സിലാക്കും. ദാവക്കാർ പറയുന്നുണ്ട്, സലഫി ദാവക്കാർ, സക്കീർ നായിക്, അക്ബർ, ഈസാ അലൈഹി സ്വലാം എല്ലാം മുസ്ലിമായിരുന്നു. എന്ത് മുസ്ലിം? യഹൂദനായ മുസ്ലിം, സിനഗോഗിൽ പ്രാർത്ഥിക്കുന്ന മുസ്ലിം. അങ്ങനെ ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? വഹാബികളെ, സുന്നികളെ, സലഫികളെ? ഇല്ല, നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെന്തോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈസാ നബി മുസ്ലിമാണ്, ജക്കരിയ മുസ്ലിമാണ്, യഹിയ അലൈഹി സ്വലാം മുസ്ലിമാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇസ്ലാം? നിങ്ങളുടെ ഇസ്ലാമായിട്ട് പുലമ്പന്ധം പോലും ഇല്ലാത്ത ഇസ്ലാമിലാണ് അവർ. അത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഈ പേപ്പർ ചട്ടക കൊണ്ടുണ്ടാക്കിയ, കാർബോർഡ് കൊണ്ടുണ്ടാക്കിയ ഇസ്ലാമാണെങ്കിൽ മനസ്സിലാകും. അത് മനസ്സിലാക്കി തരാനാണ് നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.